ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് കൃപ മരിയ ജോസ്. ഞാൻ പാലാ രൂപതയിലെ രാമപുരം ഇടവകാംഗമാണ്. ഞാൻ MSc മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് PhD ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ PhD ആസ്പിറൻസിന് 2 നാഷണൽ ലെവൽ എക്സാംസാണുള്ളത്. ഒന്നുകിൽ CSIR നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ്. ഇതിലേതെങ്കിലും ഒരെണ്ണം ക്വാളിഫൈ ചെയ്താലേ ഞങ്ങൾക്ക് PhDക്ക് അപ്ലൈ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ഞങ്ങൾ MSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ 2 പരീക്ഷകളും അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ 2 തവണ CSIR നെറ്റ് എഴുതി, 1 തവണ ഗേറ്റും എഴുതി. പക്ഷേ നേരിയ മാർക്കിൻ്റെ കുറവിൽ ഈ 3 തവണയും എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല. 1/4 മാർക്കിൻ്റെ കുറവിനും 2 മാർക്കിൻ്റെ കുറവിനും ഒക്കെ ആയിട്ട് ഞാൻ 3 തവണയും ഡിസ്ക്വാളിഫൈഡായി. അങ്ങനെ ഞാൻ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് കൃപാസനത്തിലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിനെ കുറിച്ചും ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ചും പറഞ്ഞു. അമ്മ പറഞ്ഞു, ഉടമ്പടിയാണെങ്കിൽ 6 ഇൻറ്റൻഷൻസ് വയ്ക്കാം, പക്ഷേ 6 കണ്ടീഷൻസും പാലിക്കണം. ലൈറ്റ് എ ക്യാൻഡിൽ സിംഗിൾ ഇൻറ്റൻഷന് വേണ്ടിയാണ്. അപ്പം നീ ലൈറ്റ് എ ക്യാൻഡിൽ ചെയ്തിട്ട് എക്സാമിന് പോയാൽ മതി, ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എക്സാം ആകട്ടെ, അപ്പം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ 3 പേരും, ഞാനും എൻ്റെ പേരൻസും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. 2021 ഡിസംബർ 7-ാം തീയതി ഞങ്ങളുടെ ഇടവക പള്ളിയിലെ കുർബാനയിൽ സംബന്ധിച്ചിട്ട് വന്ന ഞാൻ പെട്ടെന്ന് എന്തോ ഒരു ഉൾപ്രേരണയാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഓൺലൈൻ ഉടമ്പടി തന്നെ എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2021 ഡിസംബർ 7-ാം തീയതി ഓൺലൈനായി കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എടുത്തു. അതിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡിസംബർ 7-ാം തീയതിയാണ് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതെന്ന്. അപ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ തോന്നി. പിന്നീട് ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളുമൊക്കെ യൂട്യൂബിലൂടെ കാണാൻ തുടങ്ങി. അതിൽ നിന്നാണ് ഞാൻ ഉടമ്പടി കാശുരൂപത്തെക്കുറിച്ചും ഉടമ്പടി തൈലത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നേരിട്ട് വരണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം 2022 ജനുവരി 27-ാം തീയതി ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ മുകളിൽ കൗൺസിലിങ്ങിനുണ്ടായിരുന്ന ഒരു ബ്രദറും അന്ന് ഇവിടെ മാനേജറായിരുന്ന സണ്ണി ചേട്ടനുമൊക്കെ എന്നോട് പറഞ്ഞു, എന്താ മോളുടെ പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൃപ മരിയ. അപ്പോൾ അവർ പറഞ്ഞു, അമ്മയുടെ പേര് തന്നെയാണല്ലോ, പിന്നെന്ത് വേണം, ഉറപ്പായിട്ടും PhDക്ക് അഡ്മിഷൻ കിട്ടും, അമ്മയോട് നന്ദി പറയാം, മോൾ ഇവിടെ തന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ആശ്വാസമായി. അങ്ങനെ ഫെബ്രുവരി 5-ാം തീയതി ആയിരുന്നു ഗേറ്റ് എക്സാം. ഞാൻ എക്സാമിന് പോയി. ഉടമ്പടി കാശുരൂപം എൻ്റെ കഴുത്തിലെ കൊന്തയിൽ ധരിച്ചിരുന്നു. ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ നെറ്റിയിലും എൻ്റെ കൈകളിലും കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ പോയത്. എക്സാം എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു, എങ്കിലും വളരെ അത്ഭുതകരമായിട്ട് നല്ല ഉയർന്ന റാങ്ക് തന്നെ നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഫെബ്രുവരി 16-ാം തീയതി ആയിരുന്നു എൻ്റെ CSIR നെറ്റ് എക്സാം. പാലായിൽ വീടുള്ള എനിക്ക് തിരുവനന്തപുരത്താണ് സെൻറ്റർ കിട്ടിയത്. എനിക്ക് പനി പിടിച്ച് ഞാൻ ഫിസിക്കലി വളരെ വീക്കായിരുന്നു എക്സാമിൻ്റെ സമയത്ത്. എങ്കിലും അമ്മ കൂടെ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിൽ ഞാൻ എക്സാമിന് പോയി. ഇതേ കാശുരൂപവും ഉടമ്പടി തൈലവും ഒക്കെ ആയിട്ട് 3 മണിക്കൂറിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റായിരുന്നു. 1.5 മണിക്കൂറായപ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ച് അവശതയായി. പിന്നെ എനിക്ക് ഒന്നും ആൻസർ ചെയ്യാൻ സാധിച്ചില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് മാർച്ച് മാസമായപ്പോഴേക്കും സ്കോർ വന്നു. സ്കോർ കാർഡാണ് ആദ്യം വന്നത്. സ്കോർ എനിക്ക് കുറവായിരുന്നു. മുൻ വർഷങ്ങളിലെ കട്ട് ഓഫുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പം ജനറൽ കാറ്റഗറിയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള സ്കോർ എനിക്കുണ്ടായിരുന്നില്ല. എങ്കിലും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ദിവസവുമുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങളുടെ പള്ളിയിലെ നിത്യാരാധന ചാപ്പലിൽ പോയി ദീർഘസമയം പ്രാർത്ഥിക്കുന്നതും ഒരു പതിവാക്കി. അങ്ങനെ മാർച്ച് 24-ാം തീയതി CSIR നെറ്റിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ അമ്മ എനിക്ക് തന്നത് നെറ്റ് മാത്രമല്ല, CSIR നെറ്റിൻ്റെ ടോപ്പ് റാങ്കിൽ വരുന്ന ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന JRF, അതായത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് തന്നെ നൽകി അമ്മ അനുഗ്രഹിച്ചു. പിന്നീട് അടുത്ത ഘട്ടം നാഷണൽ ലെവൽ എക്സാംസ് കഴിഞ്ഞു. അടുത്ത ഘട്ടം നമ്മൾ PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് നമ്മൾ സെപ്പറേറ്റ്ലി ആപ്ലിക്കേഷൻസ് വയ്ക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻഡിവിജ്വൽ കട്ട് ഓഫ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ റിട്ടൺ ടെസ്റ്റിന് വിളിക്കും. റിട്ടൺ ടെസ്റ്റിന് ഒരു 100-200 പേരെയാണ് അവർ സെലക്ട് ചെയ്യുക. ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവരെ ഇൻ്റർവ്യൂവിന് വിളിക്കും. അതൊരു 30-50 പേരെ മാത്രമേ ഇൻ്റർവ്യൂവിന് വിളിക്കുകയുള്ളൂ.
മെയ് മാസമായപ്പോഴേക്കും കോൾ ലെറ്റേഴ്സൊക്കെ വരാൻ തുടങ്ങി റിട്ടേൺ ടെസ്റ്റിനുള്ളത്. മെയ് 16-ാം തീയതി ഞാൻ കോൾ ലെറ്റേഴ്സൊക്കെ ആയിട്ട് കൃപാസനത്തിൽ വന്നു. ഇതിനിടയിൽ ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നു ഏപ്രിൽ 28-ാം തീയതി. മെയ് 16-ാം തീയതി ഞാൻ കോൾ ലെറ്റേഴ്സൊക്കെയായി ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കോൾ ലെറ്റേഴ്സും അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു, മോൾക്ക് എവിടെ പഠിക്കണമെന്നാണ് ആഗ്രഹമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് IIT മദ്രാസാണ് ഇഷ്ടം. അപ്പം അച്ഛൻ ചോദിച്ചു, അതെന്താ? അപ്പം ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഒന്ന് തന്നെയാണ് IIT മദ്രാസ്. മാത്രവുമല്ല അവിടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ പള്ളിയുണ്ട്. എനിക്ക് എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കണം അച്ഛാന്ന് പറഞ്ഞു. അച്ഛൻ എൻ്റെ കോൾ ലെറ്ററുമായിട്ട് ഇവിടെ അമ്മയുടെ അടുത്ത് വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തിരിച്ചു വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് IIT മദ്രാസ് തന്നെ തരണമെന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട, അമ്മ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ പറഞ്ഞയച്ചു. മെയ് 30-ാം തീയതി ആയിരുന്നു IIT മദ്രാസിൻ്റെ റിട്ടേൺ ടെസ്റ്റ്. 120 പേരെയാണ് ടെസ്റ്റിന് വിളിച്ചിരുന്നത്. മെയ് 30-ാം തീയതി കൃപാസനത്തിലെ വണക്കമാസം ഞാൻ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. റിട്ടേൺ ടെസ്റ്റ് ഞാൻ ക്വാളിഫൈ ചെയ്തു. ജൂൺ 3-ാം തീയതിയിലേക്കുള്ള ഇൻ്റർവ്യൂവിനുള്ള കോൾ ലെറ്റർ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ കഴുത്തിലെ കൊന്തയിലുണ്ടായിരുന്നു. ഉടമ്പടി തൈലം കൊണ്ട് ഞാൻ എൻ്റെ നെറ്റിയിലും നാവിലും ഒക്കെ കുരിശ് വരച്ചിരുന്നു. കൂടാതെ ബൈബിളും ഉടമ്പടി പത്രികയും എൻ്റെ ടേബിളിൻ്റെ 2 വശത്തുമായിട്ട് ഞാൻ വെച്ചിരുന്നു. അങ്ങനെ ഈശോയുടെയും വചനമാകുന്ന ഈശോയുടെയും വാഗ്ദാന പേടകമാകുന്ന മാതാവിൻ്റെയും നടുവിലിരുന്നുകൊണ്ടാണ് ഞാൻ IIT മദ്രാസിൻ്റെ റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂവും കൊടുത്തത്. 1 മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ദൈവകൃപയാൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചു. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റി. ജൂൺ 16-ാം തീയതി റിസൾട്ട് വന്നു. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരെണ്ണമായ IIT മദ്രാസിൽ കൃപാസനം മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ എനിക്ക് PhDക്ക് സെലക്ഷൻ ലഭിച്ചു. ഞാൻ അടുത്ത മാസം ജോയിൻ ചെയ്യാനായി പോവുകയാണ്. ഇത്രയേറെ കാരുണ്യം ഞങ്ങളുടെ കുടുംബത്തിന് മേൽ വർഷിച്ച പരിശുദ്ധ ത്രിത്വത്തിനും മാധ്യസ്ഥം വഹിച്ച അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.